നമസ്കാരം. യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്തവരും 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുമായ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു കുവൈറ്റ് ഭരണകൂടം നേരത്തെ. പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നടപടി. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് ഉയർന്ന ഫീസ് ഈടാക്കുകയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുകയും ചെയ്യുന്ന വിവാദ നയം ഭരണകൂടം റദ്ദാക്കിയതായാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ വർഷം ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ തീരുമാനപ്രകാരം അവതരിപ്പിച്ച നയങ്ങളാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം 60 വയസ്സ് കഴിഞ്ഞവരും സർവകലാശാല ബിരുദം ഇല്ലാത്തവരുമായ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ 250 കുവൈറ്റ് ദിനാർ വാർഷിക ഫീസ് ഏർപ്പെടുത്തുകയും ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടിനും കൂടി പ്രതിവർഷം 900 ദിനാർ വരെയായിരുന്നു വിസ പുതുക്കാൻ പ്രവാസികൾക്ക് ചിലവായിരുന്നത്. ഇത് പ്രവാസികളെ ഏറെ വലച്ചിരുന്നു. ഇത് പ്രവാസികളുടെ വാർഷിക ചിലവ് വർദ്ധിപ്പിക്കാനും കാരണമായി തീർന്നു. ഇത് റദ്ദാക്കിയ വാർത്ത പ്രവാസികൾക്ക് ഇപ്പോൾ ആശ്വാസമാകും. ഏറെക്കാലം 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകുന്നത് നിർത്തിവെച്ച ശേഷമായിരുന്നു ഫീസ് ഈടാക്കി അത് തുടരാൻ അധികൃതർ തയ്യാറായത്. ഇത് പ്രകാരം ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികൾ കുവൈറ്റ് വിട്ടിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് റദ്ദാക്കിയ കുവൈറ്റ് ഭരണകൂടത്തിന്റെ തീരുമാനം ഏറെ സ്വാഗതാർഹമാണ്. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികളുടെ വാർഷിക ചിലവ് കുറയ്ക്കാൻ ഇത് സഹായകമാകും. പതിറ്റാണ്ടുകളിലെ പാരമ്പര്യമുള്ളവരും തൊഴിൽ നൈപുണ്യമുള്ളവരുമായ പ്രവാസി വയോജനങ്ങൾക്ക് വിസ പുതുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കമ്പോളത്തിൽ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവ് സൃഷ്ടിക്കുകയും അത് ബിസിനസ് രംഗത്ത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്കിൽഫുള്ളായ ഒരുപാട് പ്രവാസികളുണ്ട്. അവരെയൊക്കെ ശരിക്കും ബാധിക്കുന്നതായിരുന്നു ഈ തീരുമാനം. കഴിവുള്ള തൊഴിലാളികൾ അവർ ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിന് അവരൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് വലിയൊരു സമ്പത്താണ്. വിസ പുതുക്കുന്നതിനുള്ള ഫീസുകൾ റദ്ദാക്കാനുള്ള ഈ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കുവൈറ്റ് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. 60 വയസ്സും അതിൽ കൂടുതൽ പ്രായമുള്ള പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ നിയന്ത്രണങ്ങളെ നിശിതമായി വിമർശിച്ച് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സഹാബ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത്തരം നിയമങ്ങൾ കുവൈറ്റിന്റെ മാനുഷിക ചരിത്രത്തിലെ നാണക്കേടിന്റെ അധ്യായമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികളെ സംബന്ധിച്ച തീരുമാനം കുവൈറ്റിന്റെ മാനുഷിക ചരിത്രത്തിലെ നാണക്കേടാണെന്ന് ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും കുവൈറ്റ് ഭരണകൂടം 60 വയസ്സും അതിനു മുകളിലുള്ളവരെ തൽക്കാലം കൈവിട്ടിട്ടില്ല. അവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി പ്രവാസികൾ കുവൈറ്റിലുണ്ട്. ഭരണകൂടത്തിന്റെ ഈ തീരുമാനം അവർക്കേറെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.